सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय। ॐ शान्ति शान्ति शान्ति। Namaste, namaste, and good evening, everyone. എല്ലാവർക്കും ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? Clear answer. Okay, so today we are going to discuss predominantly chapter 13. അത് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ 12ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓടിച്ച് കേൾക്കാം. കുറച്ചുപേര് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ അത് ഒന്ന് സമ്മറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് 13ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്നാണ് 13ാമത്തെ അധ്യായത്തിന്റെ പേര്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ച് ഡീറ്റെയിൽസ് കാണാം 12ാമത്തെ അധ്യായത്തില്. അപ്പോ അവിടെ നമ്മള് ഒരു മിനിറ്റ്, ഇതില് നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്നുണ്ടോ? ഷെയർഡ് സ്ക്രീൻ കാണുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പൊ ശരിയാക്കാം. ഓക്കെ, സോ ഭക്തിയുടെ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് 12ാമത്തെ അധ്യായത്തില് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു സമ്മറി എന്നുള്ള നിലയില് നമുക്ക് രണ്ട് വിധത്തിൽ കാണാം നമ്മളുടേതായിട്ടുള്ള കഴിവുകളെ. നമുക്ക് ഒരു പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. നമ്മളുടേതായിട്ടുള്ള കഴിവുകൾ, ഇൻഫിനിറ്റ് ആയിട്ടുള്ള കഴിവുകളുള്ള നമ്മൾ, കാരണം നമ്മൾ വി ആർ ഇൻഫിനിറ്റ് ആൻഡ് ഇറ്റ് ഈസ് അവർ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട് ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റിംഗ് അസ്. അപ്പൊ ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കഴിവുകളെന്ന് നമ്മളുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ പാകത്തിന്, അതായത് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പാകത്തിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം, അതായത് അതിനെ പ്രാക്ടിക്കലായിട്ട് ഫിസിക്കലായിട്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ
അത് പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള നമ്മളുടെ കഴിവുകളും മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള കഴിവുകളും ഇത് രണ്ടും നമ്മളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള കഴിവുകളെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ട്, എന്നാൽ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള കഴിവുകളെ പറ്റി നമുക്ക് തീരെ ബോധമില്ല. അപ്പോൾ അത് നമുക്ക് ഉണ്ടോ എന്ന് തന്നെയുള്ള വിശ്വാസവും നമുക്ക് ഉണ്ടാവില്ല സാധാരണ. അല്ലെങ്കിൽ അത് നമുക്ക് നേടാനുള്ള കഴിവുണ്ടോ, അതിനുള്ള കോൺഫിഡൻസ്, അതെല്ലാം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് ഉണ്ടാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നതും. പഠിച്ച് 11 അധ്യായങ്ങൾ കഴിഞ്ഞ് 12ാമത്തെ അധ്യായത്തിൽ എത്തിയപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകനമാണ് ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്നത്. അപ്പൊ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള കഴിവുകൾ അതെന്ന് പറഞ്ഞാൽ ആ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള ബ്രഹ്മൻ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതില്. അതായത് ഇറ്റ് ഈസ് ആബ്സ്ട്രാക്ട് and these qualities and capabilities are infinite, and it provides us as the prospect of growing towards infinitude. അതേപോലെ മനസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ആ ഇക്വാനിമിറ്റി എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്. ഇതൊക്കെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണെന്ന് അർത്ഥം. ആൻഡ് വൺനെസ്, ഇത് എല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആത്മീയ ശക്തി ഒരേ ശക്തിയുള്ളൂ. ആ ശക്തിക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, അത് എന്റെയും ഉള്ളിലുണ്ട് എന്നുള്ള ബോധം അത് നമുക്ക് ഉണ്ടാക്കി തരാനായിട്ടുള്ള ആ ഒരു റാഷണൽ പ്രോസസ്, വൺനെസ് ഓഫ് ദ ബ്രഹ്മൻ. നമ്മളെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ബോധം മാനിഫെസ്റ്റഡ് ആയിട്ട് വരുമ്പോൾ അത് ഡിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഓരോ കഴിവുകളും നമുക്കറിയാം എന്തൊക്കെയാണ് അതിന്റെ. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് സ്കിൽസ് ആക്കി, ഗ്രേറ്റ് സ്കിൽസ് ആക്കി മാറ്റുന്നു. ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തിക്കാനായിട്ടുള്ള കഴിവ്, അബണ്ടന്റ് തിങ്കിങ്, ആൻഡ് അബൌട്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലിനെ നമ്മൾ ഒതുക്കിയിട്ട് ഫൈനൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഉള്ളിലേക്ക് ഒതുക്കി നമുക്ക് ഇത്രയൊക്കെ കഴിവുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, സ്വഭാവത്തിൽ വരുമ്പോൾ സെൽഫിഷ്നെസ് ആയിട്ടും ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റി സെൽഫ്ലെസ്നെസ് എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് മാത്രം ആയിട്ട് ഒതുങ്ങി നിൽക്കുന്നു. പക്ഷെ വൺനെസ്സിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കുന്നില്ല. സെൽഫ്ലെസ് ആയിട്ട് പലരും പ്രവർത്തിക്കുന്നുണ്ടാവാം, പക്ഷെ എല്ലാം ഈ ഈശ്വരൻ അല്ലെങ്കിൽ ആ ബ്രഹ്മം, എല്ലാം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം എന്റെ ഉള്ളിലും ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള ബോധം, അതിലേക്ക് ഉയർന്നു വരുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോ ഇതെല്ലാം മനസ്സിന്റെ മൈൻഡ് സ്റ്റഫാണ്. മനസ്സിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ആണ്. ആ ലിമിറ്റേഷൻസിനെ ആണ് നമുക്ക് തരണം ചെയ്ത് മുകളിലേക്ക് വരേണ്ടത്. അപ്പൊ ആ ഫോംഫുൾ ആയിട്ടുള്ള സെൽഫ് എന്ന് പറഞ്ഞാൽ ആത്മീയ ശക്തി നമ്മളുടെ ഉള്ളിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഫിസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പുറത്തേക്ക് വരുന്നതിന്റെ ആ രൂപം ഒന്ന്. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഫോംലെസ് ആയിട്ടുള്ള സെൽഫും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത് രണ്ടും ചേർന്നതാണ് അത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രോസസ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ മെഡിറ്റേറ്റീവ് പ്രോസസ്സുകൾ സെൽഫ് റിഫ്ലക്ഷൻ പ്രോസസ്സാണ്. മെഡിറ്റേഷൻ എന്നുള്ളതിനെക്കാട്ടിലും ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു കോൾ ഇറ്റ് ആസ് സെൽഫ് റിഫ്ലക്ഷൻ. നമ്മൾ കണ്ണടച്ചിരുന്നുകൊണ്ട് ആ ഇൻഫിനിറ്റ്യൂഡിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ അത് ദൃഢമാവും. ആ ഫോംലെസ് ആയിട്ടുള്ള സെൽഫ് എന്റെ ഉള്ളിൽ ത്രസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ എനിക്ക് പുറത്തേക്ക് എടുത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അത് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പൊ ദാറ്റ് ഈസ് വാട്ട് ബേസിക്കലി യു ഷുഡ് ബി ട്രൈങ് ടു അച്ചീവ്. അപ്പൊ അത് വർഷിപ്പിംഗ് ദ ഫോംലെസ് സെൽഫ് ആൻഡ് ഓൾസോ വർഷിപ്പിംഗ് ദ ഫോംഫുൾ സെൽഫ്, ഇതാണ് ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. യോഗവും ക്ഷേമവുമാണത്. യോഗക്ഷേമം, ഈ രണ്ട് യോഗവും ക്ഷേമവും അതിനെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മശക്തിയായിട്ടുള്ള സെൽഫ്, ആത്മൻ അതിനു വേണ്ടിയിട്ട് സഹായിക്കും എന്നാണ് 9ാമത്തെ അധ്യായത്തിലും ശ്രീകൃഷ്ണൻ അർജുനന്റെ അടുത്ത് ഡിക്ലെയർ ചെയ്തത്. അതായത് ഒരു തിയറം മാതിരി നമുക്ക് കോൺഫിഡൻസ് നൽകുന്ന വിധത്തിൽ പറയുകയുണ്ടായി. സോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് ഒരു സംശയം ഉണ്ടായി. അവിടെ നിന്നാണ് ഭക്തിയോഗം തുടങ്ങുന്നത്. ഹു ഈസ് ബെറ്റർ വേഴ്സ്റ്റ്, ഇതിൽ ആരാണ് നമ്മളുടെ ഉള്ള കഴിവുകളെ ശരിയായിട്ട് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണോ അയാളാണോ കേമൻ, അതോ പുതിയതായിട്ടുള്ള മേഖലകളിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് പല പല കാര്യങ്ങൾ ചെയ്യാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണോ, ആരാണ് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഭക്തിയോഗത്തിൽ പറഞ്ഞത്. രണ്ടും നല്ലത് തന്നെയാണ്, രണ്ടിനും ഒരേ പ്രോസസ്സാണ്. അതിൽ ചില ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയുണ്ടായി. സ്ക്രീൻ കാണാണ്ട് പോയിട്ടുണ്ടോ? ഇപ്പൊ സ്ക്രീൻ ഡിസപ്പിയർ ചെയ്യണോ? കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ടല്ലേ? ഓക്കെ. എനിക്ക് എന്റെ സ്ക്രീനാ കാണുന്നത്. ഓക്കെ. അപ്പോ
അതില് നമ്മളെ ന്യൂറോ സയൻസിന്റെ ചില ഇംപ്ലിക്കേഷൻസും കൂടി കാണുകയുണ്ടായി. ഈ യോഗവും ക്ഷേമവും, യോഗക്ഷേമം എന്ന് പറയുന്ന ആ പ്രോസസ്സുകളെ, അതിലാദ്യം ക്ഷേമത്തിന്റെ കാര്യമാണ് പെർഫെക്റ്റിംഗ് ആൻഡ് ഓട്ടോമേറ്റിംഗ് സ്കിൽ. അത് ക്ഷേമത്തിന്റെ കാര്യമാണ്. ഒരു നമുക്ക് ഓൾറെഡി ഉള്ളതായിട്ടുള്ള സ്കില്ലുകളെ പെർഫെക്റ്റ് ചെയ്യുക, അത് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റുക എന്ന് പറയുന്നത് നമ്മളുടെ ക്ഷേമപ്രവർത്തനമാണ്. അതായത് നമുക്കുള്ള കഴിവുകളെ നല്ല വിധത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കുക. പിന്നെ ബ്രഷിങ് അപ്പോൺ സ്കിൽസ്, ചില സംഗതികൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പിടിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നതും ക്ഷേമമാണ്. ഇത് രണ്ടും ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഫോക്കസോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം മതി. എന്നാൽ അതേസമയം ലേണിംഗ് എ ന്യൂ സ്കിൽ എന്ന് പറയുന്നത് യോഗമാണ്. യോഗ, ദാറ്റ് ഈസ് ബേസിക്കലി യു ആർ ട്രൈങ് ടു യുണൈറ്റ് വിത്ത് എ ന്യൂ സെറ്റ് ഓഫ് സ്കിൽസ് ആൻഡ് കേപ്പബിലിറ്റീസ് ആൻഡ് നോളജ്. അപ്പൊ അതിന് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ കോമൺ പീപ്പിൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മളുടെ മാനസികമായിട്ടുള്ള ശക്തികളെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സെൽഫ് കൺട്രോൾ, ഇക്വാനിമിറ്റി, ഇൻ അഡീഷൻ ടു ഫോക്കസ്. അതാണ് അങ്ങനെ ചെയ്ത് കുറച്ച് ആ ഫോക്കസോട് കൂടിയിട്ടും ഇക്വാനിമിറ്റി ആൻഡ് സെൽഫ് കൺട്രോൾ, അതായത് നമ്മളെ എല്ലാ വിധത്തിലും മനസ്സും ബുദ്ധിയും ശരീരവും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് ആ പുതിയതായിട്ടുള്ള കഴിവുകൾ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഇത് രണ്ടും പ്രോസസ്സുകള് ബ്രെയിൻ പ്രോസസ്സിൽ തന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. ദ പ്രോസസ് ഓഫ് സിനാപ്റ്റിക് കണക്ഷൻസ് ആൻഡ് മൈലിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഫോക്കസ് ആൻഡ് പ്രാക്ടീസ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് ആ ബ്രെയിനിന്റെ ഉള്ളിൽ ഈ കണക്ഷൻസ് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുക, ഉള്ള കണക്ഷൻസിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന പ്രോസസ്സ്. അത് സിനാപ്റ്റിക് കണക്ഷൻസ്, പുതിയ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കില്ലുകളെ കൂടുതൽ എഫിഷ്യന്റ് ആക്കി മാറ്റുക. ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പല സ്ലോ ആയിട്ട് ചെയ്യുന്നതായിരിക്കാം, അതിന് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ഉള്ളിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ആ പ്രോസസ്സ് തന്നെയാണ് ശ്രീകൃഷ്ണൻ അവിടെ അർജുനന് പറഞ്ഞു കൊടുത്തത്. പ്രാക്ടീസ് ആൻഡ് മൈലിനേഷൻ ആൻഡ് വിത്ത് ഫോക്കസ്, റിപ്പീറ്റിംഗ് ഇറ്റ് വിത്ത് പ്രയോറിറ്റൈസേഷൻ, അങ്ങനെ കുറെ പ്രോസസ്സ് പറഞ്ഞു. മൈലിനേഷൻ, അതാണ് തിക്നെസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഹാബിച്വൽ ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി യോഗ, പുതിയതായിട്ടുള്ള കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പുതിയ ന്യൂറോൺസ് ഉണ്ടാക്കിയെടുക്കലും അവ തമ്മിൽ കണക്ട് ചെയ്തെടുക്കലുമാണ്. അതിനെയാണ് ന്യൂറോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സായിട്ട് പറയുന്നത്. ആ ന്യൂറോജെനസിസ് ആണ് സത്യത്തിൽ പറഞ്ഞ യോഗ. അപ്പൊ ഈ ശക്തികള്, സിനാപ്റ്റിക് കണക്ഷൻസ്, മൈലിനേഷൻ, ന്യൂറോജെനസിസ് എന്നൊക്കെ പറയുന്ന ശക്തികളാണ് നമ്മളുടെ ഉള്ളില് ഈശ്വര ശക്തികളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും നമ്മളുടെ എല്ലാം ഉള്ളില് ഉള്ളതാണ്. അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അങ്ങനെ ആ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോസസ്സാണ് ഫോക്കസ്, പ്രാക്ടീസ്, സെൻസ് കൺട്രോൾ, മൈൻഡ് കൺട്രോൾ, ഇന്റലക്ട് കൺട്രോൾ എന്നൊക്കെ പറയുന്ന പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മൾ 12ാമത്തെ അധ്യായത്തിൽ കണ്ടു. അത് അപ്പോൾ എക്സിസ്റ്റിംഗ് കേപ്പബിലിറ്റീസ് ആയിട്ട് ചെയ്യാനായിട്ട് ഫെയ്ത്ത്, ഡെഡിക്കേഷൻ ആൻഡ് പ്രോസസ്. അത് 2ാമത്തെ ശ്ലോകമാണ്. മയ്യാവേശ്യ മനോ ഏമാം നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോപേത തേമേ യുക്തതമാമതാഃ. അതാണ് പ്രോസസ്. എക്സിസ്റ്റിംഗ് കേപ്പബിലിറ്റീസ് ത്രൂ ഫെയ്ത്ത്, ഡെഡിക്കേഷൻ ആൻഡ് ഫോക്കസ്. പറയാ ശ്രദ്ധ, നിത്യയുക്ത ആൻഡ് മയ്യാവേശ്യ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. ഫെയ്ത്ത്, ഡെഡിക്കേഷൻ ആൻഡ് ഫോക്കസ്. അതുവഴി നമുക്ക് നമ്മളുടെ എക്സിസ്റ്റിംഗ് കേപ്പബിലിറ്റീസിനെ നമുക്ക് സിനാപ്റ്റിക് കണക്ഷൻസ് ഉണ്ടാക്കുവാനും മൈലിനേഷൻ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. ഇനി മറ്റതാണെങ്കിലോ, അതായത് പുതിയതായിട്ടുള്ള കേപ്പബിലിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ വി നീഡ് മോർ സന്നിയമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരതാഃ. അവിടെ സംയമം, ഇന്ദ്രിയഗ്രമം, സമബുദ്ധി, സർവഭൂതഹിതം എന്നൊക്കെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, സെൽഫ് കൺട്രോൾ, ഇക്വാനിമിറ്റി ആൻഡ് സെൽഫ്ലെസ്നെസ്, ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പുതിയതായിട്ടുള്ള കേപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ വിച്ച് ഈസ് ഡിഫിക്കൽട്ട്, ബട്ട് ദെൻ കമ്പയർഡ് ടു ദി എക്സിസ്റ്റിംഗ് കേപ്പബിലിറ്റീസ് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വിച്ച് ഈസ് ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് ഉപയോഗിച്ച്
मय्येव मन आदत्स्व मयि बुद्धिं निवेशय निवशिष्यसि मय्येव अध ऊर्ध्वं न संशयः. അങ്ങനെ അതിന് പിന്നെ ഒരു പ്രോസസ്സാണ്. അത ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി അതൈതതപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതാഃ സർവകർമ്മഫലത്യാഗം തതക്കുരു യഥാത്മവാൻ. അവിടെ ആ 3 ശ്ലോകങ്ങളിൽ ആ പ്രാക്ടീസ്, പ്രയോറിറ്റി, ലവ്, പ്രയോറിറ്റൈസേഷൻ ഒക്കെ ചെയ്ത് സ്നേഹത്തോടു കൂടി ചെയ്യാൻ, നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമ്പോഴാണ് വിത്ത് മൈൻഡ് ഓൺ ദ സെൽഫ്, ഇന്റലക്ട് ഓൺ ദ സെൽഫ് and actions completely dedicated to that infinite self within us. Our joys of the self inu vendi nammal pravartikkumbol, then what happens is through the process of ശ്രേയോ ഹി ജ്ഞാനം അഭ്യാസ ജ്ഞാനാഭ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗാത് ത്യാഗാ ശാന്തിരനന്തരം. അവിടെ ത്രൂ ഫെമിലിയർ പ്രാക്ടീസ് മാത്രം പോരാ, ഇൻഫ്യൂസ് നോളജ് ഇൻ ടു യുവർ പ്രാക്ടീസ് and then reflect on what you have understood and know and practiced, and then apply that, connecting with various knowledge, pieces of knowledge for the service of humanity, selfless application. That is when your actions become inspired in this world, but which is through the process of motivated by the choice of the self, developing the supreme attitudes of several yajnabhavas that we saw in Karma Yoga, and about cultivating the attitudes of Brahmana, Kshatriya, Vaishya, Shudra, and whatever skill sets that you have, developed that with a state of renunciation of not going after likes and dislikes, but doing your duties to the best of your abilities without setting your eyes on the results. Go forward and reach a state of flow, and then apply these processes. Through these processes, you can get into a state of inspiration in action, and that inspiration action is definitely, that is called as devotion, and that can inspire others. It is not only about your inspiration in doing things, but it is also radiation of inspiration to the other people. But when we actually start growing into leadership roles, you will be able to inspire others and make them also inspired. ആ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെ പറ്റിയിട്ടാണ് ഭക്തിയിൽ പറയുന്നത്. അപ്പൊ ഭക്തി is about this inspiration, being able to do things, execute your work duties rightfully and to the best of your abilities, the quality of doing things, and also making others feel this inspiration. മറ്റുള്ളവരെയും കൂടി ആ ഭക്തിയുടെ ആ ഒരു പ്രസരണിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അവരെയും കൂടി ഭക്തിയുടെ ഉദാത്തമായിട്ടുള്ള ലെവലിലേക്ക് ഉയർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ഭക്തിയിൽ പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ അവര് they actually exhibit tremendous good qualities. അതിന്റെ ഒരു 32 ക്വാളിറ്റീസ് പിന്നീട് ഡിസ്ക്രൈബ് ചെയ്തു. ആ ക്വാളിറ്റീസ് ആണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, which actually encompass moral values, mental equanimity and intellectual points. അപ്പൊ മോറലായിട്ടും മെന്റലായിട്ടും ഇന്റലക്ച്വലും ആയിട്ടുള്ള വാല്യൂ സിസ്റ്റംസ് നമുക്ക് കൊണ്ടുവരാൻ, ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് ഭക്തി അല്ലെങ്കിൽ ഡിവോഷൻ എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഭക്തി യോഗ. ഇനി അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന ഫോംഫുൾ ആൻഡ് ഫോംലെസ് സെൽഫിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ജ്ഞാനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കൂടുതൽ ജ്ഞാനത്തിന്റെ എന്താ പറയാ എലമെന്റ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ റിഫ്ലക്ഷൻസ്, കണക്ഷൻസ് ടു അദ്വൈത വേദാന്ത ഫിലോസഫി ആൻഡ് കണക്ഷൻസ് ടു ഉപനിഷത്തുകള്, അതിലത്തേക്ക് ചില കണക്ഷൻസ് നമുക്ക് ഈ അടുത്ത ചാപ്റ്ററിൽ കുറെ ഞാൻ ആവുന്നത്ര അത് അവിടെ എവിടെയൊക്കെ കാണിക്കാനായിട്ട് ശ്രമിക്കാം. അതിലേക്ക് കിടക്കാം നമുക്ക്. The chapter is differentiating the self and the not self. ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ക്ഷേത്രം എന്ന് പറയുന്നതാണ് not self aspect, the field, and kshetrajna is the self, the one who actually rules over the kshetra. That is kshetrajna, and one who understands the kshetra, one who knows the kshetra, one who experiences the kshetra. That is the self. So self is the kshetrajna and not self is the kshetra. അപ്പൊ അത് kshetrajna vibhaga yogam. How do you differentiate between kshetra and kshetrajna? How do you actually understand the differentiation or the differences between kshetra and kshetrajna is basically what is
dealt with in this chapter. അപ്പൊ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആ അദ്വൈത ഫിലോസഫിയുടെ എന്താ പറയുക കണക്ഷൻസ് ആണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ഒരുപാട് കാണാൻ പോകുന്നത്. അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് തന്നെ തുടങ്ങാം. എല്ലാവർക്കും അറിയാവുന്ന ഇപ്പൊ ശബരിമല പോലെയുള്ള ക്ഷേത്രത്തിലൊക്കെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ആ അദ്വൈത മഹാവാക്യങ്ങളിൽപ്പെട്ട അദ്വൈത സിദ്ധാന്തമാണ് തത് ത്വം അസി. ദാറ്റ് യു ആർ എന്ന് പറയാം. ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെയുള്ള എല്ലാം, അതിനെയാണ് ദാറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഹോൾ യൂണിവേഴ്സ്. ദാറ്റ് യു ആർ. അപ്പൊ ഞാനും ആ യൂണിവേഴ്സ് എല്ലാം ഒന്ന് തന്നെയാണ് എന്നാണ് അദ്വൈത ഫിലോസഫി നമുക്ക് പറഞ്ഞു തരുന്നത്. തത് ത്വം അസി. തത് ദാറ്റ് ഈസ് ബ്രഹ്മൻ. ദാറ്റ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ഫിസിക്കൽ ഫോമാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആണ് ഈശ്വരൻ. ബ്രഹ്മത്തിന്റെ ഫിസിക്കൽ വിസിബിൾ ഫോം ഈശ്വര. ദാറ്റ് ഈസ് ബ്രഹ്മൻ. ആൻഡ് ത്വം, me, every one of us. അപ്പൊ ഇത് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദാറ്റ് യു ആർ എന്നാണ് പറയുന്നത്. പിന്നീട് അത് നമ്മള് വേറെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു അർത്ഥം എന്ന് സ്വന്തം റെഫറൻസിലെ ശിഷ്യൻ മനസ്സിലാക്കുന്ന എക്സ്പീരിയൻസ് ആണ് അഹം ബ്രഹ്മാസ്മി. ഇവിടെ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷണൽ വേർഡ് ആണ് തത് ത്വം അസി. അതുകൊണ്ടാണ് അങ്ങനെ ത്വം യു എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ഗുരു പറയാണ് നമ്മളുടെ അടുത്ത്, നമ്മളൊക്കെ നിങ്ങളെല്ലാവരും യു ആർ ഓൾ ബ്രഹ്മൻ. ദാറ്റ് യു ആർ എന്ന് തത്വം അസി. അപ്പൊ ഇതാണ് നമുക്ക് ഭഗവത്ഗീത പഠിപ്പിച്ചു തരുന്ന തത്വം. ശരിക്കും ഭഗവത്ഗീത എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഫിലോസഫിക്കലായിട്ട് ഉത്തരം പറയാം. വാട്ട് ഈസ് ഭഗവത്ഗീത? ഭഗവത്ഗീത ടീച്ചേഴ്സ് us തത്വമസി. That's it, finished. 3 words. Bhagavad Gita can be summarized. Tat Tvam Asi. What do you learn? What did you learn from Bhagavad Gita? എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം തത്വമസി എന്ന് പറയാൻ പറ്റണം. അപ്പൊ അതിന്റെ വേറൊരു റിഫ്ലക്ഷൻ സ്വന്തം എക്സ്പീരിയൻസ് ആയിട്ട് പറയുമ്പോ what did Bhagavad Gita teach you? അഹം ബ്രഹ്മാസ്മി. ഞാൻ ബ്രഹ്മം തന്നെയാവുന്നു. അത് എന്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നു തത്വം അസി എന്ന്. ആൻഡ് after learning Bhagavad Gita, I realized that aham brahmasmi. Okay, അതാണ് അതിന്റെ പൊരുൾ. അപ്പോ അതെങ്ങനെയാണ് ഭഗവത്ഗീതയിൽ അതിനെ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. It is about this. Tatvamasi is about that tvam merging with that Brahman. Okay, this way. This is it. This is what you gain from Bhagavad Gita. Okay. This rising of Tvam to that is Bhagavad Gita. The rising of Tvam to that. അപ്പോ ഇതിലെ നമുക്ക് ഇനി അതിന്റെ ഭഗവത്ഗീത എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് it talks about you, Tvam. ആദ്യം ഗീത നമുക്ക് പറഞ്ഞു തന്നത് ത്വമിനെ പറ്റിയിട്ടാണ്, യു, നമ്മളെ പറ്റിയിട്ട്. How did it do that? Through chapters 1 to 6. എങ്ങനെ? And how to function in this world. What should be your motivations, attitudes, aptitudes? How do you handle likes and dislikes? And how do you get into a state of flow? ഇതാണ്. ഇപ്പൊ നമുക്കത് കേട്ടാൽ തന്നെ അറിയാം. ചാപ്റ്റർ 1, 2, 3, 4, 5 and 6. ആ 6 ചാപ്റ്ററിൽ നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കർമ്മകാണ്ഡം, അതിനെയാണ് കർമ്മകാണ്ഡം. And that karmakandam is therefore referring to Tvam. അപ്പൊ അതിനെ ത്വം പദ എന്ന് പറയും. ത്വം പദ, ഈ ഭഗവത്ഗീതയുടെ ത്വം പദമാണത്. ഏത്? കർമ്മകാണ്ഡം, which is about you. അപ്പൊ നമ്മളെ പറ്റിയിട്ട് കർമ്മകാണ്ഡം. That is basically what the first 6 chapters did. And the next 6 chapters up to chapter 12. Chapter 7 to chapter 12 നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇപ്പൊ കൊണ്ട് നിർത്തിയ ചാപ്റ്റേഴ്സ് വരെ. Chapter 7 to 12 is that. It was talking about that. Tat. എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് ദ ഇൻഫിനിറ്റ് അല്ലെ നമ്മൾ കണ്ടിരുന്നു. രാജവിദ്യ, രാജകുഖ്യ യോഗം, അങ്ങനെ അക്ഷര ബ്രഹ്മയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് that is all about that, the infinitude of that, the Brahman, infinitude of the Brahman, nature of the infinite self, the manifestations of the self, and the results of, and ultimately the vibhutis and the multi-dimensional perspective, as well as the result of being dedicated to that infinite self, which is devotion. Adana chapter 7 to 8, which talked about bhakti, the bhakti, and or it is called as the tatpada. That is the next. And now ini Twamam, that Brahman and the
individual that I am. ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് അടുത്ത 3 ചാപ്റ്ററുകൾ. ചാപ്റ്റർ 13 to 15 talking about the equation, the equality of tat with tvam. The equality of tat with tvam. ആ തത് ത്വമിലേക്ക് ലയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത 3 ചാപ്റ്ററുകളിൽ പറയുന്നത്. Asipata, asi, tattvam asi means yes, is, that is, thou are, you are എന്ന് പറഞ്ഞ അസേർട്ട് ചെയ്യുന്നതായിട്ടുള്ള അസിപദം, or that is the ജ്ഞാനകാന്ഡം എന്നും അതിനെ പറയുന്നു. ഇതില് 13 മുതൽ 15 വരെ ശരിക്കും ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ തീർന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് അർജുനന്റെ കുറെ സംശയങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളതിനെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൻഡിക്സ് മാതിരി ആഡ് ചെയ്ത ചാപ്റ്റേഴ്സ് ആണ് 16, 17, 18. സോ അൾട്ടിമേറ്റ്ലി ദാറ്റ് 16, 17, 18 ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് അസീപദം, ജ്ഞാനയോഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ 6 അധ്യായങ്ങൾ 13 മുതൽ 18 വരെയുള്ളത് അസീപദത്തിൽ പെടും, അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിൽ പെടും, ജ്ഞാനകാന്ഡത്തിൽ പെടും. സോ that is Bhagavad. This is how Bhagavad Gita is. അതിൽ നമ്മൾ തത്വം ത്വമും തത്വം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇത് രണ്ടിന്റെയും ഇക്വാലിറ്റിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഡ്വെൽവിംഗ് ഇൻ ടു ചാപ്റ്റർ 13 ഇനീഷ്യലി ആൻഡ് ദെൻ ഗോ ഫോർവേഡ് ഫ്രം ദാറ്റ്. അപ്പോ ഇനി കുറച്ച് വേദാന്ത തത്വങ്ങൾ, അദ്വൈത വേദാന്ത ഫിലോസഫിയെ പറ്റിയിട്ടൊക്കെ നമുക്ക് കുറച്ചൊന്ന് ചിന്തിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനത്തെ കുറച്ച് അബ്സ്ട്രാക്ട് കാര്യങ്ങളൊക്കെ വരും. അപ്പോ ബിക്കോസ് വി ആർ ഓൾസോ ട്രൈങ് ടു ഇക്വേറ്റ് അവർ സെൽസ് വിത്ത് ദാറ്റ് അബ്സ്ട്രാക്ട്നെസ്. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറയാം. And if you have any doubts, we can discuss, and I will try to as best as possible explain that. But let's see. അപ്പോ നമ്മള് ഇത് മുമ്പ് പറഞ്ഞ കോൺഷ്യസ്നെസ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാവുന്ന വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് സംസാരിക്കുന്നത്. നമ്മള് ഈ ലോകത്ത് when we are transacting in this world, transacting എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 2 വിധത്തിലാണ് നമ്മളുടെ. ഒന്ന്, ഐ ആസ് ദ എക്സ്പീരിയൻസർ, അല്ലെ? നമ്മളെല്ലാം എന്റെ അനുഭവങ്ങൾ, എന്റെ സന്തോഷം, എന്റെ ദുഃഖം, എന്റെ ബന്ധുക്കൾ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ ഭക്ഷണം, എന്റെ ദേഹം, അങ്ങനെ we always refer to this aspect which is the experiencer. I the experiencer, one, I the experiencer, and the rest of it, I the experience കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ഇറ്റ് ഈസ് ദ വേൾഡ് ഓർ ഒബ്ജക്ട് ഓഫ് എക്സ്പീരിയൻസസ് ആണ്, അല്ലെ? മനസ്സ്, ഫോർ എക്സാമ്പിൾ, എന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന എന്റെ മനസ്സാണത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ മനസ്സെന്ന് പറയുന്നത്. എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള എന്റെ മനസ്സ്, അല്ലെങ്കിൽ എന്റെ ബുദ്ധി, എന്റെ ശരീരം. ഇനി എന്റെ ശരീരവും മനസ്സും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ സാധിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രപഞ്ചത്തിലത്തെ എല്ലാ സാധനങ്ങളും, മരങ്ങള്, പുഷ്പങ്ങള്, ഭക്ഷണ പദാർത്ഥങ്ങള്, എന്ത് വേണം, കമ്പ്യൂട്ടർ, whatever it is, all these physical objects of the world. So അപ്പൊ ഇതിനെ അദ്വൈത വേദാന്ത നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ റാഷണൽ സിസ്റ്റത്തില് ഇതിനെ പറ്റി പറയുന്നത് എന്താണ്? ഒന്ന്, ഐ ദ എക്സ്പീരിയൻസർ is considered as a sentient thing, that which is living and that which is living to the other things. What are the other things? My mind, intellect and the body, and also the physical things that I see in the outside world. അങ്ങനെ കാണുന്നതായിട്ടുള്ള സംഗതികൾ ഇനേർട്ട് ആയിട്ട്, അതിനെ ഇനേർട്ട് ആയിട്ട്, അല്ലെങ്കിൽ അതിനെ ജീവനില്ലാത്ത സാധനങ്ങള്, ജീവനുള്ള സാധനങ്ങൾ, അങ്ങനെ 2 ആയിട്ടാണ് ഇതിനെ സാധാരണക്കാര് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. including the philosophy of ദ്വൈത ഫിലോസഫിയും ഈ ഒരു ആസ്പെക്റ്റിലാണ് കാര്യങ്ങളെ കാണുന്നത്. അതിനെ പറ്റി ഞാൻ പിന്നീട് ഐ വിൽ ട്രൈ ടു കണക്ട് ദാറ്റ് ലേറ്റർ. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ഫീൽ ചെയ്യുന്ന നമ്മളുടെ വേൾഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് 2 things. One, the I, the experiencer, and the world of objects which is inert. As long as I, the sentient being, is there, I will actually have access to the world of experiences. ഞാനില്ലെങ്കിലോ, എനിക്ക് ജീവനില്ലെങ്കിലോ, nothing, there is no world. പിന്നെ അല്ലെ? അല്ലെങ്കിൽ നമ്മള് നല്ല ഡീപ് സ്ലീപ്പിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല.
നമ്മുടെ ഫിസിക്കൽ സെൻസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അത് രണ്ട് സംഗതികൾ, ഐ ദി എക്സ്പീരിയൻസർ വിച്ച് ഈസ് ദ സെൻഷ്യന്റ് ബീയിങ് ആൻഡ് ദ വേൾഡ് വിച്ച് ഈസ് ദി ഇനർട്ട് എന്നാണ് ദ്വൈത ഫിലോസഫി, ദ്വൈത ഫിലോസഫിക്കാരും. ആൻഡ് in general the world knowledge talks about like that. So there is this knower of the world and the essence of the world. അങ്ങനെ രണ്ട് സംഗതികളാണല്ലോ. ഒന്ന് the knower of the world and there the essence of the world എന്ന് അദ്വൈത ഫിലോസഫി അങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇനർട്ട് വേൾഡ് ആയിട്ടല്ല അദ്വൈത ഫിലോസഫി ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി. Advaita philosophy talks about as the knower of the world, which is the I, the experiencer, and the world as the essence of the world, the physical things in the world as the essence of the world. Adendukondanadu? Because I, the experiencer, as well as the world objects, everything, they are all existing. They are all existing in this world. I exist, the mouse exists. I exist, the cup exists. So there is an existence for the physical inert objects only. This inert object, there is an existence. This existence is so that existence is what we are talking about. And the other existence in physical matter, definitely there is physical clay, porcelain or water. Molecules, if you take it, there is animation there, life there. അതാണ് അദ്വൈത ഫിലോസഫി പറയുന്നത്. എക്സാക്ട്ലി വാട്ട് സയൻസ് ഇസ് ഓൾസോ ടെല്ലിംഗ് us. അപ്പൊ അദ്വൈത ഫിലോസഫി അതിനെ എടുക്കുന്നു. ദാറ്റ് ലൈഫ് ഇൻസൈഡ് ദാറ്റ് എവറി ഒബ്ജക്ട് ദർ ഈസ് എൻ എക്സിസ്റ്റൻസ്. ദ പ്രിൻസിപ്പിൾ ഓഫ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ദ പവർ ഓഫ് എക്സിസ്റ്റൻസ് ഇസ് വാട്ട് ഈസ് പോസ്റ്റുലേറ്റഡ് ബൈ ദി അദ്വൈത ഫിലോസഫി, which is there in both the experiencer as the illumination capability and in the substratum of the world as the cause for the world. അങ്ങനെ രണ്ട് ആസ്പെക്റ്റുകൾ എടുത്തിട്ടുണ്ട്. ഇത് if you look at this, Advaita philosophy is now what is it saying? It says that both are one. ഇത് രണ്ടിന്റെ ബേസിസ് ഒന്ന് തന്നെയാണ്. Advaita philosophy talks about the oneness of the experiencer and the substratum or the experiences and the causes of the world. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ശക്തികൾ, ഈ എക്സിസ്റ്റൻസ് പവർ എന്ന് പറയുന്നത്, it is there in me as the life force, and it is there in this cup also as the life force, or for the cup, or the each and every element of this physical inert object there is life. അത് രണ്ടും ഒരേ പവറാണ്, ഈ പവർ ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതെന്ന് that is what Advaita philosophy postulates, and this is what really gave rise to the principle of Advaita, that there is no two things, there is only one. That power, the power of existence as the one. The absolute identity is what I call as I, and the relative identity, there is a relative identity. This cup is a relative identity because that, it is in relation to the physical configuration of all these things. അതുപോലെ എന്റെ ബോഡി, ഫോർ എക്സാമ്പിൾ, എന്റെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഈസ് റിലേറ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്, ഫിസിക്കൽ ആയിട്ടുള്ള സംഗതിയാണ്. എന്റെ മനസ്സ്, എന്റെ ശരീരം, ആ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഒരു ബ്രെയിൻ, ആ ബ്രെയിനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്റെ മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഒക്കെ ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഇസ് എ ഫിസിക്കൽ തിങ്, ബട്ട് പവേർഡ് ബൈ മൈ സെൻഷ്യന്റ് ബീയിങ്, ഐനസ് എന്ന് പറയുന്ന സാധനം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അദ്വൈത ഫിലോസഫി പറയുന്നത്. ദി അബ്സല്യൂട്ട് ഐഡന്റിറ്റി ആൻഡ് ദ റിലേറ്റീവ് ഐഡന്റിറ്റി എന്നാണ് അതിന് പറയുക. രണ്ടും ഒന്ന്. ഈ റിലേറ്റീവ് ഐഡന്റിറ്റിയാണ് ജീവൻ എന്ന് അദ്വൈത ഫിലോസഫി പറയുന്നത്. അപ്പൊ ഞാനൊരു ജീവനാണ്, പക്ഷെ I am also Brahman. Absolute identity is Atman. ആത്മൻ തന്നെയാണ് ബ്രഹ്മൻ. അതാണ് അവിടെ അൾട്ടിമേറ്റ്ലി പറയുന്നത്. പ്യുവർ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ആത്മൻ ആൻഡ് ഈശ്വര എന്ന് പറയുന്നത് ഇത് നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും റിലേറ്റീവ് എംപിരിക്കൽ ആയിട്ടുള്ള ഈ ഐഡന്റിറ്റി, ജീവന്മാരെ എല്ലാം കൂട്ടിച്ചേർത്താൽ കിട്ടുന്നതായിട്ടുള്ള സംഗതി, അതാണ് ഈശ്വരൻ. The whole jivas combined together in this world. അത് നമ്മളെ മാണ്ഡുക്യ ഉപനിഷത്തിന്റെ റെഫറൻസസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. We have seen that as Vaishwanara, Taijasa and Prajna, and അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഹിരണ്യഗർഭം എന്നൊക്കെ പറയുന്ന ആ ഇതില്ല. ആൻഡ് ഓൾസോ ദിസ് വിരാട് രൂപം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈശ്വര, കംപ്ലീറ്റ് വേൾഡ്. അത് ദി അബ്സല്യൂട്ട് എസൻസ് ഓഫ് ഇറ്റ് ഈസ് വാട്ട് ബ്രഹ്മൻ, അല്ലെങ്കിൽ ദി
പ്യുവർ കോൺഷ്യസ്നസ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ബ്രഹ്മൻ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫിലോസഫിയാണ് അദ്വൈത ഫിലോസഫി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ എന്താണ് ഇതിൽ പെടാത്തതായിട്ടുള്ള ഈ രണ്ടാമത്തെ റിലേറ്റീവ് ആയിട്ടുള്ള വേൾഡില്, റിലേറ്റീവ് ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡില് അല്ലെങ്കിൽ എക്സിസ്റ്റൻസില് there are lots of things that are എന്താ പറയാ അഗ്ലൂട്ടിനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർത്ത് ഈ സെൽഫിന്റെ മുകളിൽ അങ്ങോട്ട് വന്നിട്ട് പൊതിഞ്ഞിട്ടാണ് അത് റിലേറ്റീവ് ഐഡന്റിറ്റി വരുന്നത്. എന്റെ സെൽഫിന്റെ പുറത്ത് എന്റെ മനസ്സ്, ബുദ്ധി, ശരീരം ഒക്കെ പൊതിഞ്ഞു കഴിയുമ്പോൾ ഞാനായി മാറുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ ഫിസിക്കൽ, ഇപ്പൊ ഞാൻ സതീഷ്. ഹൗ ഡിഡ് ഐ ബിക്കം സതീഷ്? ബിക്കോസ് ഓൺ ദാറ്റ് ഇൻഫിനിറ്റ് സെൽഫ് there is a wrapping of physical particular characteristics ഒക്കെ ആയിട്ട്. that is me, the relative identity. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഞാനായത്, ഫിസിക്കലായിട്ട് നമ്മൾ കാണുന്ന ഞാനായത്. അപ്പൊ ഇത് രണ്ടും, ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഞാനും ഐ എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്റെ ഫിസിക്കൽ ബോഡിയുടെ ഓരോ കണികകളിലും ഈ പറയുന്ന ശക്തി തന്നെ, ലൈഫ് ഫോഴ്സ് തന്നെ, ആ ബ്രഹ്മം തന്നെയാണ് അതിലും ഇരിക്കുന്നത് എന്നാണ് ഈ അദ്വൈത വേദാന്ത ഫിലോസഫിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. I don't know, did you get the point? I mean, ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ you can ask. I know it is a very abstract. If you think, reflect on it, you will be able to understand. അതായത് ഞാൻ എന്ന് എനിക്ക് വരുന്ന ഫീൽ, അത് ഞാൻ അറിയുന്നത് എന്റെ മനസ്സും ബുദ്ധി ശരീരവും കൊണ്ടാണ്. ഈ മനസ്സും ബുദ്ധി ശരീരവും ജീവനില്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സെക്കൻഡറി ആയിട്ടുള്ള എല്ലാത്തിനും ഈ പറയുന്ന കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ആ ബ്രഹ്മം, ആത്മതത്വത്തിലേക്ക് അധിഷ്ഠിതമായിട്ട് അതിൽ മാത്രം ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്ന കുറെ സാധനങ്ങൾ എന്ന് പറയുന്ന ദ്വൈത ആസ്പെക്ട്. അതല്ല അദ്വൈത വേദാന്ത ഫിലോസഫി പറയുന്നത്. ഈ പറയുന്ന റിലേറ്റീവ് ആസ്പെക്റ്റിനെ, അതിന് എക്സിസ്റ്റൻസ് കൊടുക്കുന്നതായിട്ടുള്ള ശക്തിയും ഈ ബ്രഹ്മം തന്നെയാണ്. And therefore I am total, I am Brahman only എന്ന് പറയുന്ന ഒരു അദ്വൈത ഫിലോസഫിയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ അത് എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി എന്ന് എനിക്കിപ്പോഴും എന്റെ എല്ലാവരുടെ മുഖം കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുണ്ട്. So what do I do? You can ask what exactly you didn't understand and then I will try to explain. കാരണം വളരെ വളരെ ചിന്തിച്ച് കഴിഞ്ഞ് മനസ്സിലാക്കാവുന്ന സാധനമാണ്. അപ്പൊ അത് നമുക്ക് I can spend another 5 to 10 minutes discussing that if you have anything, if you want to discuss it now. Otherwise I will go forward. അപ്പൊ ഒന്ന് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ I will feel that yes, you have understood something. Okay, so നമ്മള് ഇനി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാം. അതായത് we have this existential consciousness and the material consciousness എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ existential consciousness എന്ന് പറയുന്നത് that is basically the reflection of the self. This existential consciousness is reflected even in every inanimate objects also. എന്റെ ഈ ജീവനുള്ള ഞാൻ മാത്രമല്ല, ഇത് ഈ ഇനാനിമേറ്റ് ആയിട്ടുള്ള എവറി ഒബ്ജക്ട്, എനിത്തിങ്, ട്രീ, പ്ലാന്റ്സ് ആൻഡ് ഈവൻ കപ്സ് ആൻഡ് സോസേഴ്സ് ഓർ വാട്ടർ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലും ആ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് ഉണ്ട് എന്നാണ് അദ്വൈത വേദാന്ത ഫിലോസഫി പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സയൻസ് വഴി ഒന്ന് ആലോചിച്ച് നോക്കി അറിയാം. ഇതിലത്തെ ഓരോ മോളിക്യൂൾസ് എടുത്ത്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് ഇതിങ്ങനെ ഒരു ഇനർട്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല. അതിനെ നമുക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ട് നമുക്ക് ആ മൂവ്മെന്റ്സ് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. If you can use some sort of microscopes, and go deeper and deeper into this, and zoom in and then go, you will start seeing, atoms, molecules in action, protons, neutrons, and movement. It is all in action. So there is an existential consciousness within this, and that is what it gives rise to the physical object as it is. ഇത് രണ്ടും, ഈ എക്സിസ്റ്റൻഷ്യൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന സാധനം അതിന്റെ ഉള്ളിലുണ്ടെന്നും ഫിസിക്കൽ ഇനർട്ട് ആയിട്ടുള്ള വേൾഡ് ഓഫ് ഒബ്ജക്ട്സിന്റെ ഉള്ളിലും അതിന്റെ സബ്സ്ട്രാക്റ്റമായിട്ട് ഇരിക്കുകയാണ് the cause for this world, the physical objects in this world, as well as the cause for the experiencer that I am. ഞാൻ എക്സ്പീരിയൻസർ ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്ന എക്സ്പീരിയൻസർ എന്ന് പറയുന്ന ആ ശക്തിയും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, എല്ലാത്തിലും ഉണ്ട് എന്നുള്ളതാണ് അദ്വൈത വേദാന്ത ഫിലോസഫി പറയുന്നത്. അപ്പോ
ഇതിന്റെ ഉള്ളില് ഈ കപ്പിന്റെ ഉള്ളിൽ ഞാൻ കുറച്ചും കൂടി വളരെ യു കൻ തിങ്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ ആൻഡ് ദെൻ വീൽ. ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ ഉള്ളില് ഈ കപ്പ് ഫോർ എക്സാമ്പിൾ, ഈ കപ്പ് ഇതിന്റെ ഓരോ ആറ്റത്തിലും അനിമേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് അല്ല പ്രോട്ടോൺസ് ന്യൂട്രിനോ ഒക്കെ എല്ലാം ഉണ്ട് എന്നുള്ളതിന് അത് ബോധ്യമായോ ഇതിന്റെ ഉള്ളിൽ ഉള്ളത്? ഇതിങ്ങനെ വെറും ഇനർട്ട് ആയിട്ടുള്ള ഒരു സാധനമല്ല. ഇതിന്റെ ഉള്ളിൽ എല്ലാ ഇതിനും ഒരു ഇത് പൊടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പൊടി, ഓരോ പൊടിയുടെ ഉള്ളിലും അതിന്റെ ഉള്ളിൽ അതിൻ്റെതായിട്ടുള്ള എത്രയോ thousands of atoms, millions of atoms constitute this cup, and each of those atoms is animated. അതിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ ചുറ്റും പ്രോട്ടോൺസും എല്ലാം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണാൻ പറ്റും. അത് അതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളൊക്കെ ഉണ്ട്. നല്ല ശക്തിയുള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ മറ്റേ നമ്മളുടെ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ സർക്കുലേറ്റ് പണ്ട് ചെയ്യുന്നത് ഇപ്പോഴും അവൈലബിൾ ആക്കിയ ലുക്കറ്റ്. അതിന്റെ ഉള്ളില് ഇങ്ങനെ യൂണിവേഴ്സിൽ നിന്ന് ഇങ്ങനെ പതുക്കെ എർത്തിൽ ഒരു പർട്ടിക്കുലർ കൺട്രി, ആ കൺട്രിയുടെ ഉള്ളിലത്തെ ഒരു സ്റ്റേറ്റ്, അവിടെ ഒരു ഫാം, ആ ഫാമിന്റെ ഉള്ളിൽ ഒരു ട്രീയുടെ ഉള്ളിൽ ഒരു ഇലയുടെ ഉള്ളിലേക്ക് കിടന്ന് ഇങ്ങനെ സൂം ചെയ്ത് സ്കെയിൽ മാറ്റി കൊണ്ടുപോകുന്ന ഒരു വീഡിയോ. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ ദാറ്റ്. അതില് യു ക്യാൻ സീ ദാറ്റ് യൂണിവേഴ്സ് കാണുന്ന അതേമാതിരി തന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സ് തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സൂം ചെയ്ത് വരും. അതിന്റെ ഉള്ളിലും എവറിതിങ് ഈസ് മൂവിങ്, ആനിമേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അതേമാതിരി അതിന്റെ ഒരു ഇതിപ്പോ നമ്മുടെ ഫിസിക്കൽ ബോഡി എടുത്താലോ, ഈ ഫിസിക്കൽ ബോഡി ഈവൻ വെൻ ഐ ഡൈ, ഞാൻ മരിച്ചു എന്ന് വിചാരിക്കാം, ബോഡിയുടെ ഉള്ളിൽ സെല്ലുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ ആ മാറ്റർ, ഫിസിക്കൽ മാറ്ററിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പറയുന്ന കാര്യം ഇപ്പൊ ആഷസ് ആയി എന്ന് വിചാരിക്കാം. ആഷസ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഓരോ പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ യു വിൽ സീ ദിസ് ആനിമേഷൻ എവരിവെയർ. ഇറ്റ് ഇസ് നോ. What is the difference between this physical inert thing and me is that when I am alive, I have this mind which is able to give me the feeling that I am the experiencer. That's only that experience is this Atman എന്ന് നമ്മുടെ ഫിലോസഫി പറയുന്നു. അപ്പൊ ഇതിൽ ഈ കപ്പിനോ, ഈ കപ്പ് ഡസന്റ് ഹാവ് എ മൈൻഡ്, ആൻഡ് therefore it is not able to actually experience the cuppiness. അല്ലെ, ഈ കപ്പിൽ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ചൂട് കാപ്പി എടുത്താൽ കപ്പിന് ഒരിക്കലും ചൂട് തോന്നില്ല. അല്ലെ, അപ്പോ കപ്പിന്റെ ഉള്ളിൽ 80 ഡിഗ്രിയിലത്തെ ചൂടിലൊരു കാപ്പി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൈ ഒന്ന് തൊട്ടി നമുക്ക് ചുണ്ട് പൊള്ളി എന്ന് പറയും. Because that experience is working through the mind. There is no mind in this, and therefore it is not able to. That is the only difference. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പൊ did you get an idea now? Think about this, and that is basically what it is. It is that sentient and inert ആയിട്ടുള്ള വേൾഡ് ഇല്ല. Everything is sentient in the sense everything consciousness, pure existence, and that existence, the very existence itself is Brahman, and therefore every one of us is Brahman. അതാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന അദ്വൈത ഫിലോസഫി എന്ന് പറയുന്നത്. അതാണ് ദ്വൈത ഫിലോസഫിയിൽ ഇത് രണ്ടായിട്ട് കാണുന്നു. അപ്പൊ നമ്മളത് വേറെ, ഈ ബ്രഹ്മൻ വേറെ ശക്തിയായിട്ട് നമ്മളൊക്കെ ഓൾ ഡിപെൻഡന്റ് ഫോഴ്സസ് ആൻഡ് ഡിപെൻഡന്റ് ഫോഴ്സസ് ക്രേവിംഗ് ടു ഗെറ്റ് ദി ബ്ലെസ്സിങ്സ് ഓഫ് ദ ബ്രഹ്മൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് രണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഫ്രം ബ്രഹ്മൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്നു. അവിടെ maybe that is a starting point, and from the starting point when you start understanding the philosophy of this Upanishads, then you will start realizing Tattvamasi, and then you will say Aham Brahmasmi. അതാണ് അവിടെ സംഭവിക്കുന്നത്. Okay, all right. Now we can discuss this. ഈ ചാപ്റ്ററിൽ തന്നെ ഇനിയും പല പ്രദേശങ്ങളിലും പല ശ്ലോകങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ, ഇത് മാത്രമല്ല, ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഈ വരാൻ പോകുന്ന പല ചാപ്റ്ററുകളിലും ഈ ഇത് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. So I will now go forward, assuming with the uncle sorry to interrupt you, Sunish ആണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ ജസ്റ്റ് ഒരു എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. See, as a human being,
ഇപ്പൊ നിങ്ങൾ ഈ കപ്പിനെ പറ്റി you give an explanation when the hot water is poured into the cup, so the cup is not able to express it, okay? But as a human being, we are able to express it because it's burning out and stuff and everything. So similarly, the same way, like namakoru pain, when there is a pain which is coming because of the external feature that is getting into us, that pain we are able to express through our mouth, saying that അയ്യോ വേദനിക്കുന്നു എന്താണ് നമ്മൾ പറയാൻ പറ്റുന്ന ആയതുകൊണ്ട് we are able to tell it out. But similar way, as you said, even there is protons, ions and everything, nucleus present in the product of the porcelain cup. The cup is how the cup is expressing. നമുക്കത് ഇപ്പൊ കപ്പിന് മൗത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. So how is that we are relating that, maybe it is not expressing എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയും? നമ്മളിപ്പോ ഫ്രം ദ അവർ ഇന്റലക്ട് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ ഇതൊക്കെ എന്താ പറയാ നോൺ ലിവിങ് തിങ്സ് എന്നുള്ള ഇതിൽ കൺസിഡർ ചെയ്തിട്ടാണ് ഇത്രയും കാലം നമ്മൾ പഠിച്ചത്, ഓക്കെ? ബട്ട് ഇപ്പാണ് നമ്മൾ അതിനൊരു ലിവിങ് എസെൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൺലി നൗ വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ബട്ട് if it has mouth, the cup also will say that, Baba, this is hot water. You know that it doesn't have a mind. Yeah. മനസ്സെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മാൻ. മനുഷ്യന്റെ ഇതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മൈൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റീസൺ വൈ മാൻ എന്നുള്ള പേര് വന്നത് തന്നെ, അല്ലെങ്കിൽ ഹ്യൂമൻ, മനുഷ്യൻ എന്ന് വന്നത് തന്നെ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മൈൻഡ് വിച്ച് ഈസ് നോട്ട് ദെയർ ഇൻ ദ കപ്പ്, ആൻഡ് ദെയർഫോർ ദ കപ്പ് ഈസ് നോട്ട് ഏബിൾ ടു എക്സ്പീരിയൻസ് ഇറ്റ്. ആൻഡ് there is അപ്പൊ നമ്മൾ പറയാണ് there is no experiencer there inside that. പക്ഷെ that substratum is Brahman only എന്നാണ് ഈ തത്വം പറഞ്ഞു തരുന്നത്. It is not able to say that there is I am experiencing that because there is no experiencer എന്ന് പറയുന്ന. But that experiencer which we are talking about for human beings, നമ്മൾ as a human being, we are talking about as experiencer inside me, but this cup does not have that. But then because it doesn't have a mind, it is not able to express that. But in true sense, the substratum itself is existence. Yeah. And that existence is Brahman. Yeah. And existence is Brahman. I am Brahman. The cup is Brahman. Brahman in my form, Brahman in cup form. That's വ്യത്യാസമുള്ളൂ. Now, Brahman in Satish form is able to express through a physical device called a mind. And intellect. Yeah, true. And also sense heat and other things through the body. The cup will not express anything because the cup does not have to do that expressions. Physical light. Sure. Okay. Is that clear, Sunish? Yeah. I got you. ഓക്കെ. നൗ അപ്പൊ ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇനി പതുക്കെ ഈ പറയുന്ന ബ്രഹ്മൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നു. ആ ക്ഷേത്രജ്ഞൻ നമ്മുടെ ക്ഷേത്രത്തിൽ കൂടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ പറഞ്ഞു വരുന്നത്. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫിലോസഫിക്കൽ ഇത് പറഞ്ഞത്. അപ്പൊ അവിടെ ആദ്യം തന്നെ തുടക്കത്തില് the self is actually the absolute identity as well as the relative identity. ജീവനൊക്കെ സെൽഫ് തന്നെയാണെന്നാണ് അവിടെ പറഞ്ഞത്. നൗ അപ്പോ to really appreciate the dictum Tat Tvamasi, we need to differentiate between the knower and the known, Kshetra and the Kshetrajna. Also about knowledge and the truth to be known, that is Jnana and the Jnana. And also the relationship between the self and the self's power of creation. Is self expressing through the body, mind and intellect, expresses creative capabilities, productive capabilities, enriching capabilities, etc. But creativity, productivity, enrichment of the forces are the self-expressing through the body, mind, and intellect. Okay. Whereas the self-expressing through the cup does not have any creative, productive, enriching properties because there is no body, mind, and intellect. That is the only difference. Okay. Now, knower and the known. Knower is the Kshetrajna, known is the Kshetra. Okay, if I fundamentally start here, the knower, the one who knows the known, knower is Kshetrajna. And known, what is it to be known? That is Kshetra. Knowledge, therefore, there is knowledge as well as
the truth that is expressed by the knowledge which is Jnaya. രണ്ട് ഇത് സംസ്കൃതത്തിന്റെ വാക്കുകളാണ്. ക്ഷേത്രജ്ഞ, ക്ഷേത്ര, ജ്ഞാന, ജ്ഞേയ. And self is the Purusha, the power, the enlivening power within us. And the creative power is called as the Prakriti. Purusha and the Prakriti. അപ്പോൾ ക്ഷേത്രജ്ഞ, ക്ഷേത്ര, ജ്ഞാന, ജ്ഞേയ, Purusha and Prakriti terms. അത് we have to fundamentally understand this. Think about this, reflect on it, and then you will start understanding. You can actually, in one of the meditative sessions, think about these differences. In addition to what you've already been doing for 1 month, which should have given you that expanded feeling now, and then you can now, for 1 or 2 sessions, you can think about these things. You can think about the Kshetrajna inside me and the Kshetra. What is the Kshetra and Kshetrajna? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള knowledge ആണ് ഈ ചാപ്റ്ററിൽ കിട്ടാൻ പോകുന്നത്. So once you get that, you will start seeing the difference. ക്ഷേത്രജ്ഞ and the Kshetra. അത് നമുക്ക് മനസ്സിലാക്കാം. So അതിന് ക്ഷേത്ര, ക്ഷേത്രജ്ഞ, ജ്ഞാന, ജ്ഞേയ, പുരുഷ, പ്രകൃതി എന്ന് പറയുന്ന ഡിഫറൻസിയേഷൻ നമുക്ക് അറിയണം. അപ്പൊ അതിന് അർജുനൻ ചോദിക്കുകയാണ് ആദ്യം. തുടക്കത്തിൽ തന്നെ അർജുനന്റെ ഫസ്റ്റ് വേഴ്സിലുള്ള ചോദ്യമാണ്. I wish to understand these differences. Knower and known, knowledge and truth, self. This is a difference. എനിക്ക് പറഞ്ഞു തരൂ കൃഷ്ണ എന്നാണ് അർജുനനോട് പറഞ്ഞത്. So first the question, and then now Krishna says, this body, which is the basis for all the experiences that you have of pleasure and pain, etc., of duality, dichotomies, everything. This body is the root cause for that. Is the field. That is the field, Kshetra. He who considers it as me and mine, and ende enna ആരാണോ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്, is the knower of the field. Kshetrajna. So says those who differentiate between these two എന്ന ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇനി വരാൻ പോകുന്നത്. So ക്ഷേത്ര is that which ഇനി ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ സംസ്കൃത മീനിങ്ങും കൂടി ഞാൻ അതിന്റെ എക്സ്പാൻഡ് ചെയ്തിട്ട് പറയുകയാണ്. I mean just to understand so that you get the perspective. ക്ഷേത്ര means that which protects. ക്ഷേത്ര എന്ന് പറയാം. ഇനി that which is perishable can also be called as ക്ഷേത്ര. ക്ഷയിക്കുന്ന സാധനം ക്ഷേത്രം. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനം ക്ഷേത്രം. And the place where the fruits of actions are reaped. നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന സ്ഥലം ക്ഷേത്രം. അതിനും ക്ഷേത്ര എന്ന് പറയാം. അപ്പൊ 3 വിധത്തില് ആ ക്ഷേത്രത്തിന് ഒരേ വാക്കിന് പല വിധത്തിലുള്ള പെർസ്പെക്റ്റീവ്സ്, ഷെയ്ഡ്സ് ഓഫ് മീനിങ് ഓഫ് ക്ഷേത്ര. ആൻഡ് ഹു ഈസ് എ ക്ഷേത്രജ്ഞ? ദാറ്റ് വൺ ഹു എനേബിൾസ് റെക്കഗ്നിഷൻ ആസ് മീ ആൻഡ് മൈൻ. എന്റെ, ഞാൻ എന്ന് എനിക്ക് ബോധം തരുന്നതായിട്ടുള്ള ശക്തി, ക്ഷേത്രജ്ഞൻ. അപ്പോ he who knows it through knowledge that is reflected upon or imparted by others and able to differentiate these as distinct from the self becomes the kshetrajna. Appo namakku idu verthirichariyan sadhichu kayinal, somebody who is able to actually differentiate between these things and reflect on it and able to differentiate the distinction, അങ്ങനെ വരുമ്പോൾ ആ ഡിഫറൻഷിയേഷൻ നമുക്ക് ഉണ്ടാക്കി തരാൻ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ശക്തി, നമുക്ക് ആ ജ്ഞാനം നൽകി കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രജ്ഞനായി മാറുകയാണ്. അതായത് ബ്രഹ്മം മാറും. സതീശ്, ക്ഷേത്രജ്ഞ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് ആയിട്ട് എടുക്കാലോ അല്ലെ? ആൻഡ് ക്ഷേത്ര ഇസ് എക്സിസ്റ്റിംഗ്, നമുക്ക് ആ ഫീലിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് തരുന്ന ആ പവറാണ് ക്ഷേത്രജ്ഞ. ആൻഡ് ക്ഷേത്ര ഇസ് ദ കോൺഷ്യസ്നെസ് ഉള്ള വാക്കാണ് സാധാരണ ലിറ്ററേച്ചറിലൊക്കെ എഴുതി കാണുന്നത്. എങ്കിലും ഇത് മുമ്പ് പറഞ്ഞ അത് തന്നെ സെയിം തിങ് തന്നെ വേറെ പേര് കൊടുത്തിരിക്കണോന്ന് മാത്രം അല്ലെ? സതീഷ് പറഞ്ഞു തന്നിട്ടില്ലേ? എക്സിസ്റ്റൻഷ്യൽ ആൻഡ് കോൺഷ്യസ്നെസിന്റെ. ശരിക്കും പറയുകയാണെങ്കിൽ കോൺഷ്യസ്നെസ് എന്നുള്ള വാക്ക് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം കോൺഷ്യസ്നെസ് എന്നുള്ള വാക്ക്, സയന്റിഫിക്കലി കോൺഷ്യസ്നെസ് എന്നുള്ള വാക്ക് ഡസ് നോട്ട് ഫിറ്റ് ദിസ്. കാരണം ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനത്തിന് നാശമുണ്ട്, സയൻസിന്റെ കോൺഷ്യസ്നെസ്സിന്. അപ്പൊ നമ്മൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സയന്റിഫിക് ടേം ഓഫ് കോൺഷ്യസ്നെസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് റോങ്. ബിക്കോസ് ദാറ്റ് കോൺഷ്യസ്നെസ് ഈസ് എ എമർജന്റ് പ്രോപ്പർട്ടി ഓഫ് ദ ബ്രെയിൻ. എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ഫംഗ്ഷനിങ്ങിന്റെ റിസൾട്ട് ആയിട്ട് പുറത്തു വരുന്ന ഒരു ശക്തിയാണ് കോൺഷ്യസ്നെസ്. അപ്പൊ ക്ഷേത്രമാണത് ആ കോൺഷ്യസ്നെസ്. കമ്മിങ് ഔട്ട് ഓഫ് ദ എന്താ പറയാ മൾട്ടിറ്റ്യൂഡ് ഓഫ് കണക്ഷൻസ് ഇൻ ദ ബ്രെയിൻ. അതിന്റെ റിസൾട്ടാണ്
കോൺഷ്യസ്നസ് എന്ന് സയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ പ്യുവർ കോൺഷ്യസ്നസ് എന്നുള്ള വാക്ക് നമ്മൾ ഈ ആത്മനെ പറ്റിയിട്ട് പറയുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലാഷ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ഇപ്പൊ ഈ ഡിസ്കഷനിൽ നമ്മൾ എല്ലാവരും അത് ബോധത്തോടുകൂടി ചിന്തിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നു. പക്ഷെ നമ്മൾ പല സ്ഥലത്തും പുറമേയുള്ള പല ആചാര്യന്മാരും ഒക്കെ സംസാരിക്കുമ്പോൾ കോൺഷ്യസ്നസ് ഉള്ള വാക്ക് ഉപയോഗിക്കും. അപ്പൊ അവരുടെ അടുത്ത് അത് കയറി തെറ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അപ്പൊ അത് പക്ഷെ സയൻസ് ആയിട്ട് ക്ലാഷ് ചെയ്യുന്ന വാക്കാണ്. അപ്പൊ ഞാൻ പറയുന്നത് അതിന് പകരം നമുക്ക് ക്ഷേത്രജ്ഞ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ക്ഷേത്രജ്ഞ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലില്ല. അപ്പൊ പ്രാജ്ഞ എന്ന് ഉപയോഗിച്ചാലും ആ പ്രാജ്ഞ എന്ന് പറയുന്നത് വെൻ ദാറ്റ് ക്ഷേത്രജ്ഞ, അതായത് ബ്രഹ്മൻ, വെൻ ദ ബ്രഹ്മൻ ഗെറ്റ്സ് ട്രാപ്ഡ് ഇൻസൈഡ് എ ഫിസിക്കൽ തിങ്, ദ ഫസ്റ്റ് എക്സ്പ്രഷൻ ഈസ് പ്രാജ്ഞ. അപ്പോഴും അവിടെ അത് ലിമിറ്റഡ് ആവുന്നു. ബ്രഹ്മൻ ഈസ് നോട്ട് ലിമിറ്റഡ്, ബട്ട് ദിസ് പ്രാജ്ഞ ഗെറ്റ്സ് ലിമിറ്റഡ് ബിക്കോസ് ഓഫ് ദ ഫിസിക്കൽ. അപ്പൊ അവിടെ പ്രാജ്ഞ എന്നുള്ള വാക്കും ശരിക്കും ഉപയോഗിക്കരുത്, ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ മേ ബി മച്ച് മോർ ട്രൂ ദാൻ കോൺഷ്യസ്നസ്. ഓക്കെ, അപ്പൊ നമുക്കത് വി ഡോണ്ട് ഹാവ് ടു റിയലി വറി അബൌട്ട് ഇറ്റ്. കോൺഷ്യസ്നസ് ഉള്ള വാക്ക് ഒരു വാക്ക് അത്രേ ഉള്ളൂ. സംസ്കൃതത്തിൽ അതിന് ഈ പ്രാജ്ഞ ഉണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രജ്ഞ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മച്ച് മോർ എന്താ പറയാ എക്സ്പാൻഡഡ് ടേം നമുക്ക് ഉപയോഗിക്കാം. സോ അങ്ങനെ നമ്മൾ ഈ ഡിഫറൻസ് മനസ്സിലാക്കി ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഡിഫറൻസ്, ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രജ്ഞൻ എന്താണെന്നുള്ള ഡിഫറൻസിയേഷൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഫിസിക്കൽ എൻറ്റൈറ്റിയില് ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ് എന്നുള്ള ബോധം എനിക്ക് ശരിക്കും വന്നു കഴിഞ്ഞാൽ എന്റെ പ്രവർത്തനത്തിലും ചിന്തയിലും ഒക്കെ വരുന്ന മാറ്റങ്ങൾ, അതോടുകൂടിയിട്ട് ഞാൻ ക്ഷേത്രജ്ഞനായി മാറുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഐ ആക്ച്വലി റൈസ് ടു ദ ലെവൽ ഓഫ് ബ്രഹ്മൻ. ഇൻഫിനിറ്റ്യൂഡിലേക്ക് ഞാൻ പോവുകയാണ് ചെയ്യുന്നത്. ആ ഇൻഫിനിറ്റ്യൂഡിൽ പോകുമ്പോൾ എനിക്ക് ഇൻഫിനിറ്റ് കേപ്പബിലിറ്റീസ് ഒക്കെ റേഡിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര സൂപ്പർമാൻ ആവുന്നല്ല അതിന്റെ അർത്ഥം. My attitudes change, my outlook change, my perspective change, and the way I interact in this world, the way I do my work, the reasons for my work, etc. changes, and I become an expanded personality. അങ്ങനെ പ്രാക്ടിക്കൽ സെൻസിൽ അതിൽ എടുക്കാൻ പാടും. If you are able to differentiate your BMI as different, അതുകൊണ്ട് from the self you are a ക്ഷേത്രജ്ഞ എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ BMI എന്റെ സെൽഫ്, ആ സെൽഫാണ് ഞാൻ എന്ന് എനിക്ക് ബോധം ശരിക്കും വെറും വാക്കുകളിൽ പറയുന്നതല്ലാട്ടോ. വാക്കുകളിൽ നമുക്ക് ആർക്ക് വേണ്ടി പറയാം, ആ വാക്കുകളിൽ പറയുന്നതല്ല, അത് ഉൾക്കൊണ്ടുകൊണ്ട് സെൽഫ് എന്താണെന്നും BMI ഞാൻ വ്യത്യാസമുണ്ടെന്നും ഉള്ള ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ആ ഒരു അനുഭവജ്ഞാനത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ക്ഷേത്രജ്ഞനായി മാറുന്നത്. അനുഭവജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി വീൽ എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് ഇപ്പൊ നേരത്തെ ഭക്തിയോഗത്തിൽ പറഞ്ഞ പോലെ ഇൻസ്പിറേഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. യു ഷുഡ് ബി ഏബിൾ ടു ഇൻസ്പയർ അതേഴ്സ്. അങ്ങനെ മറ്റുള്ളവർക്കും കൂടി ഞാൻ എക്സ്പാൻഡഡ് ആയിട്ട് മാറിയിരിക്കുന്നത് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ക്ഷേത്രജ്ഞനായി മാറുന്നത്. സോ അതാണ് കൃഷ്ണൻ അവിടെ ആദ്യം തന്നെ പറയുന്നത്. നിങ്ങൾ ഇഫ് യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് ടു യു വിൽ ആക്ച്വലി ബിക്കം ക്ഷേത്രജ്ഞ. That is basically how he starts, and then now he is giving you the knowledge to differentiate. അത് പറയാൻ പോവാണ്. അപ്പൊ അവിടെ he is now going to talk about the പരമാർത്ഥിക സ്വരൂപം of Brahman, the real absolute സ്വരൂപം, nature of self. What is that? മൂന്ന് വേഴ്സ് 3, 4 and 5 ലാണ് അത് പറഞ്ഞിരിക്കുന്നത്. The self is the knower of the field of all fields. Self is the knower of this field മാത്രല്ല. That is important. Self is ഞാൻ, എന്റെ ശരീരം, എന്റെ BMI വേറെയാണ്. അത് മാത്രം ആയാൽ you will not become a kshatrajna. You will become a kshatrajna only when you realize that this self is one, the one. And everything else, all the BMIs in this world are kshetra. And it is also the basis for the world, physical world. എന്നുള്ള ആ ബോധം നമുക്ക് ഉണ്ടാവുമ്പോഴാണ് ക്ഷേത്രജ്ഞനായി മാറുന്നത്, ആ പരമാർത്ഥിക സ്വരൂപത്തിലേക്ക് പോകുന്നത്. അപ്പൊ the body perishes, BMIയുടെ body perishes is different from ശരീരമാണ്, ബാക്കിയെല്ലാം ശരീരമാണ്. The whole universe is the sharira, and what pervades it is Brahman. അപ്പൊ അത് ശരീരം എന്ന് പറഞ്ഞാൽ that which perishes. The
ശരീരമാൻ അച്ഛ എന്നുള്ള അതിൽ നിന്നാണ് അത് ശരീരം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഹൂ വി പ്രൊട്ടക്ട് ഇറ്റ്. അപ്പൊ അതിന്റെ ആ പ്രൊട്ടക്ഷൻ ക്ഷേത്രം എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആ പറഞ്ഞ വി പ്രൊട്ടക്ട് ഇറ്റ് is the immune system protects it. അതായത് ക്ഷയത്രാണാത്, പിന്നെ it undergoes wear and tear and perishes. ക്ഷയാത്, and it is used to perform actions that yield result. ക്ഷേത്രവത്, അതിൽ നിന്നാണ് ക്ഷേത്രം എന്നുള്ള വാക്കുകൾ വന്നത്, എന്നുള്ള വാക്ക് അതിന് വന്നത്. ക്ഷേത്രം, that which is protected, that which is subject to wear and tear, and that which through which you perform actions that yield results. That's other ക്ഷേത്രത്തിന്റെ. അപ്പൊ ക്ഷേത്രം എന്റെ കാര്യമാണ്. സെൽഫ് ഈസ് ദ നോവർ ഓഫ് ദ ഫീൽഡ് ഇൻ ഓൾ ഫീൽഡ്സ്. അതാണ് നമ്മൾ ഇനി കാണേണ്ടത്. അതെങ്ങനെ, അതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇല്ലസ്ട്രേഷൻ ആണ് ദ സൺ. സൂര്യനും ആ സൂര്യൻ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ടുള്ള കുറെ ഡിവൈസ്, യൂട്ടൻസിൽസ്. അപ്പോ ഈ ഓരോ പോർട്ടിലും കാണുന്നതായിട്ടുള്ള സൂര്യൻ, റിഫ്ലക്റ്റഡ് ദ ഇമേജ് ഓഫ് ദ സൺ. ഒരുപാടെണ്ണം ഉണ്ടെങ്കിലും they are all reflecting the same, the one and only sun, the one and only sun. It's being reflected എന്ന് പറയുന്ന ആ ഒരു അനാലജി മനസ്സിൽ ചിന്തിച്ചാൽ മതി. നമ്മുടെ the one and only Brahman is reflecting through each one of us. ഓരോ പടത്തിലും മുഴുവൻ സെൽഫിനെ നമുക്ക് കാണാൻ സാധിക്കും. And that is how you should actually be able to see that. ഇനി നമുക്ക് കുറച്ച് പെർസ്പെക്റ്റീവ്സ് ഫ്രം ഡിഫറെന്റ് ഉപനിഷത്തുകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം. ചാന്തോക്യ ഉപനിഷത്ത്. അപ്പൊ ഋഷി ഉദ്ദാലകൻ ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുന്ന, അതാണ് തത്വമസി പറഞ്ഞു കൊടുക്കുന്ന ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുക. ഈ ശിഷ്യൻ എന്ന് പറയുന്നത് ആരാ? ശ്വേതകേതു ഇവിടെ ഉപനിഷത്തിൽ പറയുന്ന ഋഷി ഉദ്ദാലകന്റെ മകൻ തന്നെയാണ്. അപ്പൊ മകനെ തത്വോപദേശം കൊടുക്കുന്ന ഇതാണ് ചാന്തോക്യ ഉപനിഷത്തിൽ തത്വമസി എന്ന് പറഞ്ഞത്. അപ്പൊ അത് 9 തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് അവിടെ. തത്വമസി തത്വമസി തത്വമസി. അതായത് ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഇറ്റ് സേസ്. സൗമ്യ മകനെ, before this world was manifest, there was only one existence, one without a second, only one existence, complete ഒരു existence ആണ്, one entity, infinite existence, സച്ചിദാനന്ദം. അത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിലാണ് ബാക്കിയെല്ലാം വരുന്നത്. On this subject, അതാണ് സബ്ജക്ട്, the one existence. Some maintain that before this world was manifest, there was only non-existence. ചിലവർ അത് പറയണ non-existence ആണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു മാത്രം. One without a second. One out of that existence emerged. Infinite ആയിട്ടുള്ള existence. അത് ആദ്യം ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. From this monolithic non-existence, which is, അത് അങ്ങനെയാണ് ചിലവർ പറയുന്നത് എന്ന് അവിടെ ചാന്തോക്യ ഉപനിഷത്തിലെ ഋഷി ഉദ്ദാലകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവിടെ 6:8-7 പറയുന്നുണ്ട്, that which is the subtlest of all is the self. ഈ സട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ പെർവൈഡിങ് എന്നാണ്. ഈ പെർവേസീവ്നെസ് കൂടി വരുമ്പോഴാണ് സട്ടിലിറ്റി കൂടി വരുന്നത്. ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഇറ്റ് ഈസ് ഓൺലി ഓക്യുപ്പൈങ് ദിസ് മച്ച് സ്പേസ്, ബട്ട് ദ മൊമെന്റ് യു ടോക്ക് അബൌട്ട് എയർ, ഇറ്റ് ഈസ് മോർ പെർവേസീവ് അല്ലെ? അങ്ങനെ പെർവേസീവ് ആയിട്ട് ഏറ്റവും പെർവേസീവ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന സാധനം, ദാറ്റ് ഈസ് ബ്രഹ്മൻ, സെൽഫ്. ഇറ്റ് ഈസ് ദ ട്രൂത്ത്, അതാണ് സത്യം. അതായത് the one truth, it is the self, അതാണ് സെൽഫ്, that is the self. നമ്മളുടെ സെൽഫ് എന്ന് പറയുന്നത് ഏറ്റവും സബ്ട്ലസ്റ്റ് ആയിട്ടുള്ള പെർവേസീവ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ആണ്. that is the monolithic existence, that is ബ്രഹ്മൻ. ആ ബ്രഹ്മനാണ് സെൽഫ്. that thou art, തത്വമസി, ഓ ശ്വേതകേതു. അപ്പൊ അങ്ങനെ 9 പ്രാവശ്യം ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. തത്വമസി 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 എന്ന് പറഞ്ഞ ചാന്തോക്യ ഉപനിഷത്തില്. ഇനി കൈവല്യ ഉപനിഷത്തില് ഇറ്റ് സേസ് ത്വമേവ തത്, you are that which is supreme, which is the self in all, the great ayatanam, the basis, the substratum, support, the great abode of this universe, which is subtler than the subtle, which is eternal. That alone you are. അത് തന്നെയാണ് നീ. ത്വമേവ തത്, അത് തന്നെയാണ് നീ. ആ തത്വമസിയുടെ വേറൊരു രൂപമാണത്. ത്വമേവ തത്, അത് നീ തന്നെയാവുന്നു. ദാറ്റ് ഇൻഫിനിറ്റ് എക്സിസ്റ്റൻസ് ഇസ് യു എന്ന് അഗെയിൻ കൈവല്യ ഉപനിഷത്തില് 1:16 പറയുന്നു. പിന്നെ അയമാത്മ ബ്രഹ്മൻ, ദിസ് ആത്മൻ ഈസ് ബ്രഹ്മൻ.
this Atman is self. Mandukya Upanishad, which we have seen previously also. Sarvam Kalvidam Brahma. Other Chandogya Upanishad, again in Chandogya Upanishad. All this verily is Brahman. Everything is Brahman. And it is Tatrajayade, Leyade, Aniti, Tal Jala Nidhi. There from it is born, there into it is merged, thereby it is maintained. Everything, all is, everything evolves. You must think about that flames rising from the fire and then subsiding in the fire itself, the waves coming into the ocean, coming out of the ocean and merging into the ocean back. So that everything is Brahman. Pine Esha Pama Atmandarya Atmandar Hridaya Etat Brahma. That is, this myself within the heart, that is Brahman. നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമിയായിട്ടിരിക്കുന്ന ആ ശക്തി അത് ബ്രഹ്മൻ തന്നെയാവുന്നു. ഇതാണ് ദിസ് ഇസ് ദ പരമാർത്ഥിക, ദി അബ്സല്യൂട്ട് ഐഡന്റിറ്റി. നമ്മുടെയൊക്കെ അബ്സല്യൂട്ട് ഐഡന്റിറ്റി ഈസ് ബ്രഹ്മൻ. അതാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ in പല വേർഡ്സിൽ സെൽഫ് ഈസ് ദ നോവർ ഓഫ് ദ ഫീൽഡ്സ് ഓഫ് ഓൾ ഫീൽഡ്സ് എന്ന് കൃഷ്ണൻ അർജുനന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്ന വൺ വിത്തൗട്ട് എ സെക്കൻഡ്, ദാറ്റ് ദൗ ആർട്ട്, തത്വമസി എന്ന് പറയുന്നത്. പിന്നെ ഓൾ ദിസ് വെരിലി ഈസ് ബ്രഹ്മൻ, അവസാനത്തെ രണ്ടെണ്ണം. ആൻഡ് ദിസ് മൈ സെൽഫ് വിത്തിൻ ദിസ് ഈസ് ബ്രഹ്മൻ എന്ന് 4 എഴുതിയിട്ട് അത് 9 പ്രാവശ്യം പറയുന്നുണ്ടെന്ന്. അത് വേറൊരു 5 പ്രാവശ്യം കൂടി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൈവല്യ ഉപനിഷത്തില് ദാറ്റ് അലോൺ ദൗ ആർട്ട്, and Mandukya Upanishadile this Atman is Brahman, I am Atman Brahman. അപ്പൊ ഇത് ഡിഫൈൻ ചെയ്യുകയാണ് ആ ബ്രഹ്മത്തിന്റെ നേച്ചറിനെ പറ്റി പറയുകയാണ്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ബ്രഹ്മൻ? ദാറ്റ് ദ ഇൻഫിനിറ്റ്യൂഡ് ഈസ് ബ്രഹ്മൻ ആൻഡ് ദാറ്റ് ഇൻഫിനിറ്റ്യൂഡ് ഈസ് യു, തത്വം അസി. ഇനി ഇതിന്റെ വേറൊരു സയന്റിഫിക് പെർസ്പെക്റ്റീവിലേക്ക് നോക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ദ ഇൻഫിനിറ്റി ഈസ് വാട്ട് ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ യൂണിവേഴ്സൽ, അല്ലെ? അപ്പൊ അവിടെ I'll just put a pointer here. The infinitude, conscious infinitude becomes the consciousness from within us. അതാണ് സെൽഫ് എന്ന് പറയുന്നത്. സെൽഫ് ആയിട്ട് മാറുന്നു, അത് കോൺഷ്യസ്നസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോ എക്സിസ്റ്റൻസ്, നോളജ് ആൻഡ് ബ്ലിസ് എന്ന് പറയുന്ന 3 സംഗതികൾ, സച്ചിദാനന്ദം ബ്രഹ്മത്തിന്റെ gives you existence, helps build and enhance your knowledge, and even in deep sleeps help you to enjoy happiness, and also gives you the consciousness of happiness. About consciousness of existence, consciousness of knowledge, and the consciousness of happiness എന്ന് പറയുന്ന 3 സ്പാർക്കുകളായിട്ട് നമ്മളുടെ ഉള്ളിൽ ആദ്യം അത് റെപ്രസെന്റ് ചെയ്യും. അതായത് ഇൻഫിനിറ്റ്യൂഡ്. And then through the mind, ego and the intellect, ideas, decisions and judgment. അപ്പൊ അവിടെ നമ്മൾ പറയാണ് ഐ എക്സിസ്റ്റ്. അവിടെയാണ് ഞാൻ എന്റെ ആ ഒരു അഹംഭാവം വരുന്നത്. ഐ നോ ആൻഡ് ഐ എം ഹാപ്പി എന്ന് പറയുന്ന ആ അവയർനെസ് ഉണ്ടാവും ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട് വഴി. അപ്പൊ ഈ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട് വഴി ഐ എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ ഐ ആം ഇൻഫിനിറ്റ് എക്സിസ്റ്റൻസ് ഇമ്മീഡിയറ്റ്ലി ബിക്കംസ് എ സ്മോൾ എക്സിസ്റ്റൻസ്, അല്ലെ? നമ്മളെല്ലാം പറയാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്ന പറയുന്നത് ഞാൻ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ചെറിയ സാധനം എന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഞാൻ, അല്ലാണ്ട് ഇൻഫിനിറ്റിനെ പറ്റി ഞാൻ മറന്നു പോകുന്നു. സോ ഐ ബിക്കം റെസ്ട്രിക്റ്റഡ്. ഐ നോ ഐ ആം ഇൻഫിനിറ്റ്, ഐ ഹാവ് ഇൻഫിനിറ്റ് നോളജ്, ഐ ആം ഒംനീഷ്യന്റ്, ബട്ട് ദ മൊമെന്റ് ഐ ആം ഇൻസൈഡ് ഐ ആം ലിമിറ്റഡ്. ഐ സേ ദാറ്റ് ഐ ഡോണ്ട് നോ ദാറ്റ്, ഐ ഡോണ്ട് നോ ദിസ്, ഐ ഓൺലി ലോട്ട് ലിറ്റിൽ ബിറ്റ് നമ്മൾ പറയുന്നു. നമ്മുടെ ബുദ്ധിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. ആൻഡ് ഐ ആം ഹാപ്പി എന്ന് പറയുന്ന ഹാപ്പിനെസ്, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ആ ഹാപ്പിനെസ്. ഇറ്റ് ഈസ് നോട്ട് ദ ഇൻഫിനിറ്റ് ബ്ലിസ്. അങ്ങനെ ആയി മാറുന്നു. മനസ്സിന്റെ ഉള്ളിലെ ഇമോഷൻസ്, ഫീലിങ്സ്, ഡൗട്ട്സ് ആൻഡ് ഇൻഡിസിഷൻ എന്ന് പറയുന്ന മാനസികമായിട്ടുള്ള ഇമോഷണൽ ആസ്പെക്ട്സ് പുറത്തേക്ക് വരുന്നു. ആൻഡ് ഇൻ ദ സെൻസസ് ആൻഡ് ദ ബോഡി ബിക്കംസ് സെൻസേഷൻസ്, ആക്ഷൻസ്. അങ്ങനെ ആ ഇനാക്ഷൻ, മടി പിടിച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സെൻസേഷൻസ് ആൻഡ് ഫിസിക്കൽ sensations, ഇങ്ങനെ ഫിസിക്കൽ ബോഡിയിലേക്ക്. സോ see the universal powers from the infinite, the universal powers working through as consciousness, through the intellect, through the mind and through the senses get completely എന്താ പറയുക limited. നമ്മൾ ലിമിറ്റഡ് ആയി മാറുകയാണ്. You understand that the transformation that is taking place, നമ്മൾ അങ്ങനെ ആ മോണോലിത്തിക് ആയിട്ടുള്ള ഇൻഫിനിറ്റ്യൂഡിൽ നിന്ന് we get limited in existence,
we get limited in knowledge and happiness, etc., in the feelings, and then in the sensations and the actions that we perform in this world. എന്ന് പറയുന്ന വിധത്തിലേക്ക് നമ്മൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Who are you? I am not this body. I am not this mind. I am not this intellect and or ego. I am not the limited existence, knowledge and bliss, but I am infinite existence, knowledge and bliss. Brahman. അതാണ് ഇവിടെ പറയുന്നത്. ആ ബ്രഹ്മൻ ഇത് നമുക്ക് striving through the body, mind and intellect reach that state of infinity is what you should be doing. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അതാണ്. അതാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. തത്വമസി. ത്വം is tat, the infinitude. അപ്പൊ ഇതാണ് ഞാൻ. I am not this, I am not this, I am not this, I am this infinitude. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ക്ഷേത്രജ്ഞൻ, the infinite Brahman, and the kshetra, everything else is kshetra, everything else is kshetra. അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ we become kshetrajna. അതാണ്, that is basically what Gita is telling us. This chapter is teaching us exactly the same thing. അപ്പോ നമുക്ക് ഇനി now ഇതിന്റെ വേറൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാം. Those of you who can appreciate the science of biology and other things, അപ്പൊ അത് ഞാൻ just ഒന്ന് passing I'll just mention. അപ്പൊ നമുക്ക് we have this Brahman, infinitude, becoming the universe, becoming the Atman, becoming the Jiva, each individual. The initial singularity, the oneness, adana Krishna oda parayunnathu, the oneness, the Brahman, Kshetrajnan, Brahman, becoming the universe of matter and energy, that becomes Ishvara. Actually avada then it gets converted into physical things of photosynthesis, cellular respiration, where sunlight is converted into glucose and energy and the ATP system, producing carbon dioxide and water, which is it is a cyclic thing, producing the food for all the heterotrophic bodies. ഭക്ഷണം കഴിക്കുന്ന നമ്മളെ പോലുള്ളവരൊക്കെ ഉള്ള ഭക്ഷണമായി മാറി മെറ്റബോളിക്സും ഒക്കെ ആയിട്ട് മാറുന്നു. And the life, giving life process to the life process and giving us consciousness and ego, memory, intellect and mind, senses and the sense organs ഒക്കെ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് again അത് ഇവിടുന്ന് കൊണ്ടുവന്ന് അവിടെ നമ്മൾ അതിന്റെ വേദാന്തത്തിന്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ കോൺഷ്യസ്നസ്, ഈഗോ, മെമ്മറി, ഇന്റലക്ട്, മൈൻഡ്, സെൻസസ്, ഓർഗൻസ് ആൻഡ് ദ വാസനാസ് വർക്കിംഗ് ആസ് ദ ഈഗോ സെൽഫ്, ദി അന്ധകരണ. അന്ധകരണമാണ് ഈഗോ, മെമ്മറി, ഇന്റലക്ട് ആൻഡ് മൈൻഡ്. ഈ ഈഗോ സെൽഫ് എന്ന് പറയുന്നത് കോൺഷ്യസ്നസ് മാറി ഈഗോ സെൽഫ് ആക്കി എന്നെ ഞാൻ അതാണ്, ഞാൻ ഈ ഫിസിക്കൽ ബോഡിയാണെന്ന് പറഞ്ഞു തരുന്നു. And of course, it is working through the physical senses and the body, the Panchendriyas and the Karmendriyas. And which gives rise to three things: self-effort, Purushartha, Chindagala, thoughts, and actions, and when we are working in this world in a sustainable, inclusive, and enriching manner, Gita Tattvathile, Karma Tattvathile, Karma യോഗത്തില് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന വ്യക്തികളാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ that process of infinitude coming to become the Purushartha and the thoughts and actions, making us do our work in this world in a sustainable, inclusive and enriching manner. അതാണ്, this is what the Bhagavad Gita is advocating. This is how the transformation process takes place. If you understand this, and then your knowledge is complete. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ഈ ബയോളജിക്കൽ കൺവേർഷൻ ഒന്നും മനസ്സിലാക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അഥവാ എല്ലാവരും ബയോളജി പഠിക്കണമെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. What is talking about is the transformation process that is happening from the infinitude to the limited. And if you understand that, you will strive to come beyond the limited and rise to the unlimited. അതിലേക്ക് പോകാനായിട്ട് ത്വം തത് തത്വമസി എന്ന് പറയുന്ന ആ ഇക്വേഷനിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം നമുക്ക് ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോ
Krishna goes on to say from 6 to 7, 6 ലും 7ലും he is now giving a initial list of what is kshetra എന്ന് പറയുകയാണ്. To enumerate the nature of kshetra, it can be listed as follows: 13.6, 13.7. I am going to just read it out now, but we are going to discuss this in detail later on because Advaita philosophy, Vedanta philosophy. The great elements, Mahabhuta. Mahabhuta എന്താണെന്ന് ചോദിക്കും. So we'll discuss that later. I'll ഇന്ന് ഞാനത് ചെയ്തില്ല കാരണം already I think I have fed you with a lot of abstract things today, and I think you will be afflicted with indigestion already. So I'm not going to give you this now. The great elements എന്നാണ് പറയുന്നത്. അത് ക്ഷേത്രമാണ്. Mahabhutas, ego, intellect, പിന്നെ unmanifested മൂല പ്രകൃതി. Okay, that's another term. 10 senses. അത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. The mind, മനസ്സ്. 5 objects of the senses, gross matter, earth, fire, air, അങ്ങനത്തെ സാധനങ്ങൾ. Then desire, hatred, pleasure, pain, പിന്നെ the body, aggregate of the body, mind, body, mind, pranas, etc. Intelligence, courage and fortitude. These form the kshetra with its modifications. ഇതൊക്കെയാണ് ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. 14 items ഇവിടെ ക്ഷേത്രമായിട്ട് ചെയ്യണം. അപ്പൊ ഇത് ഓരോന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതിൽ I think most of it is self-explanatory except for maybe Mahabhutas and മൂലപ്രകൃതി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ചിലപ്പോ അത് നമുക്ക് we'll discuss later. But so 2 ശ്ലോകങ്ങളിൽ ഈ സമ്മറി ആയിട്ട് ആദ്യം അത് ഡിഫൈൻ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇനി the rest of it we will continue in the next week. Okay, അപ്പോൾ അവിടെ we just started off with the kshetra, ക്ഷേത്രത്തിന്റെ ബാക്കിയുള്ള മാനിഫെസ്റ്റേഷൻസിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. And finally we will try to get a feeling of what kshetrajna is. Already I think kshetrajna എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ ഏകദേശമായിട്ടൊരു രൂപം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതിന്റെ എലാബറേഷൻ ആണ് ഇനി കിടക്കാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ഒരു ഇൻട്രൊഡക്ടറി നോളജ് എന്നുള്ള നിലയിലെടുത്താൽ മതി. We will now try to understand in detail what kshetra and kshetrajna is. Okay, so we can discuss about this, but before that let us relax our minds by hearing one bhajan and then the Purnamada mantram, and then we'll discuss. Subramanyam Subramanyam Shanmuganatha Subramanyam 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 Shanmuganatha Subramanyam 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 Shanmuganatha Subramanyam 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 Shanmuganatha Subramanyam Shiva 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 Subramanyam Hara 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 Subramanyam Om Shiva 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 Subramanyam Hara 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 Subramanyam Shiva Shiva Hara Hara Subramanyam Hara Hara Shiva Shiva Subramanyam Shiva Hara Hara Subramanyam Hara Hara Shiva Shiva Subramanyam Shiva Saravana Bhava Subramanyam Guru Saravana Bhava Subramanyam Shiva Saravana Bhava Subramanyam Guru Saravana Bhava Subramanyam Jai Shiva Saravana Bhava Subramanyam Guru Saravana Bhava Subramanyam Shiva Saravana Bhava Subramanyam Guru Saravana Bhava Subramanyam Shiva Shiva Hara Hara Subramanyam Hara Hara Shiva Shiva Subramanyam Shiva Shiva Hara Hara Subramanyam Hara Hara Shiva Shiva Subramanyam Shiva Shiva Hara Hara Subramanyam Hara Hara Shiva Shiva Subramanyam Shiva Shiva Hara Hara Subramanyam Hara Hara Shiva Shiva Subramanyam 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 Shanmuganatha Subramanyam Subramanyam Subramanyam
സുബ്രഹ്മണ്യം സായിനാഥ